വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കൊറോള, അതായത് 2006 മോഡൽ ടൊയോട്ട കൊറോളയുടെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ കാണുന്ന പ്രൊഡക്റ്റ് കണ്ടോ, ഇതിപ്പോൾ പോളിട്യൂബ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് മുന്നേ പോളിട്രോൺ എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇത് ഞാൻ ഏകദേശം ഒരു 3-4 വർഷം ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഓർത്ത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തേക്കാം. ഇത് ഒരു 300 ml പാക്കാണ്. ഇത് കാറിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 1500 ആണ്. അല്ല, MRP കിടക്കുന്നത് 1700 ആണ്. 1500 എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയത്. പോളിട്യൂബിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലായത്, ബേസിക്കലി ഒരു എഞ്ചിൻ ഓയിൽ അഡിറ്റീവ് ആണ്. പല ബ്രാൻഡ്സിൻ്റെയും ഞാൻ എഞ്ചിൻ ഓയിൽ അഡിറ്റീവ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നും വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടില്ല. ഒരു വ്യത്യാസം എനിക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്തത് ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ്. എൻ്റെ കയ്യിൽ 2012 മോഡൽ i20 ഡീസലും ഉണ്ട്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്, ഒരു 4 വർഷം മുന്നേ. അതിൽ നിന്നാണ് ഞാൻ പോളിട്രോൺ, ഇപ്പോൾ അറിയപ്പെടുന്ന പോളിട്യൂബിൻ്റെ ഫാനായത്. പിന്നീട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് എൻ്റെ ചേട്ടൻ്റെ സ്കൂട്ടറിലായിരുന്നു. പുള്ളി ഓയിൽ കത്തുന്ന അറിയുണ്ടായിരുന്നില്ല. ബേസിക്കലി ഓയിൽ മാറാൻ സമയമായിട്ടുണ്ടായിരുന്നു, ഓയിൽ കത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ TVSലാണ് സർവീസിന് കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു നമ്മളോട് ഓയിൽ കത്തി തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്ത് വിടാം, വീണ്ടും ഓയിൽ കത്തുന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതി, നമുക്ക് ഹെഡൊക്കെ അഴിച്ച് പിസ്റ്റൺ സിലിണ്ടറൊക്കെ മാറേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട പാടെ ഞാനും എൻ്റെ ചേട്ടനും കൂടി പോയി ചെയ്തത്, ഞങ്ങൾ പോയിട്ട് ഒരു പോളിട്രോൺ, ബൈക്കിനും സ്കൂട്ടറിനൊക്കെ എനിക്ക് തോന്നുന്നു 100-150 ml ഒരു പാക്ക് വരുന്നുണ്ട്, അത് പറഞ്ഞ് ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഓയിൽ മാറിയതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പോളിട്രോണും ആഡ് ചെയ്ത് കൊടുത്തു. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി കുറേ കൂടി സൈലൻ്റ് ആവും. അതിപ്പോൾ കാറായിക്കോട്ടെ സ്കൂട്ടർ ആയിക്കോട്ടെ. ബൈക്കിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു എൻ്റെ CB350. ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ അടുത്ത ഓയിൽ ചേഞ്ച് എന്തായാലും ഞാനത് യൂസ് ചെയ്യുന്നുണ്ടാവും. മേജറിൽ എനിക്ക് തോന്നിയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടിയുടെ വെയർ ആൻഡ് ടയർ കുറയും. ബേസിക്കലി വണ്ടി ഒന്ന് സൈലൻ്റ് ആവും. മൈലേജിലും വ്യത്യാസം ഉണ്ടാവും, പെർഫോമൻസിലും വ്യത്യാസം ഉണ്ടാവും. എസ്പെഷ്യലി നിങ്ങളുടെ വണ്ടി ഒരു 40,000 കിലോമീറ്റേഴ്സിന് മേലേക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ വ്യത്യാസം മനസ്സിലാവും. എൻ്റെ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 1,12,000 കഴിഞ്ഞു. ഇതിന് മുന്നേ ഞാൻ എഞ്ചിൻ ഓയിൽ അഡിറ്റീവ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കങ്ങനെ വലിയ റിസൾട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്രാവശ്യത്തെ ഓയിൽ ചേഞ്ച് ഞാൻ ഈ പോളിട്യൂബ് യൂസ് ചെയ്യാൻ പോവാണ്. വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് ഈ 100% ഷുവറാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് എൻ്റെ i20 ഡീസലിലാണ്. അതിൽ നല്ല വ്യത്യാസം എനിക്ക് വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് നേരെ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ ഷെല്ലിൻ്റെ സെമി സിന്തറ്റിക് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് 3.5 ലിറ്ററിൻ്റെയാണ് വരുന്നത്. ഇതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എഞ്ചിൻ ഓയിൽ അഡിറ്റീവ്. ഇത് പ്യൂറോലൈറ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഓയിൽ ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ ഡെൻസോ, അതായത് ടൊയോട്ടയ്ക്ക് സ്റ്റോക്ക് വരുന്നതാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. ബർദാൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എഞ്ചിൻ ഓയിൽ ഫ്ലഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലഷ് ഒഴിച്ചു. നമ്മളൊരു 10 minutes വണ്ടി ജസ്റ്റ് ഒന്ന് ഐഡലിങ്ങിലിടാൻ. പകുതിയല്ലേ ഇപ്പം എഞ്ചിൻ ഓയിൽ ഒഴിച്ചത്? ബാക്കി ഫുൾ ഒഴിച്ചു. ബാക്കി എഞ്ചിൻ ടോപ്പ് അപ്പ് ചെയ്യാം. എയർ ഫിൽറ്റർ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേൻ്റെൻ്റെയാണ്. ഒരു 8,000 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. കാര്യമായിട്ടുള്ള ഡസ്റ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ തിരിച്ചു വെച്ചു. അങ്ങനെ ഓയിൽ ചേഞ്ച് കഴിഞ്ഞു. വണ്ടി ഒന്ന് വാഷ് ചെയ്തു. ഒട്ടനെ കിടപ്പുണ്ട്, പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് മീ സണ്ണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, റൈഡ് സേഫ്, ബൈ.